വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിൽ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചിക്കൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ റെസിപ്പി. ഇതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി അങ്ങ് ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്യുക, കുക്ക് ചെയ്യുക, അതിനുശേഷം വരട്ടിയെടുക്കുക. അത് ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. അടിച്ചു പൊളിക്കുക. അതിനുശേഷം തിരിച്ചു വരും എല്ലാവരും. അപ്പോൾ ഞാനും 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ബിസി ആയിരിക്കും, അതുപോലെ തന്നെ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള 1 പോട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? 1 പോട്ട് ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴറ്റാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യുക, അതിന് ശേഷം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈസിയാണ്, ഏതൊരു കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനും ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ തിരക്കുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഞാനിപ്പോൾ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ചിക്കൻ ഇല്ല എങ്കിൽ നമുക്ക് ഫ്രോസൺ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന, നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള പൊടികൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ വേറെ സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ സവാളയൊക്കെ ഇട്ട് വഴറ്റി പൊടികളൊക്കെ ഇട്ട് വഴറ്റി പച്ചമണം മാറാൻ നിൽക്കാറുണ്ടല്ലോ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മാത്രം കുറച്ച് പൊടികൾ, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലോട്ടാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലോട്ട് ഈ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ml ആണ്. 3 ടീസ്പൂൺ ചേർന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ടീസ്പൂണിൻ്റെ കണക്ക് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, അത് എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ 2 തരം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് 3/4 ടേബിൾ സ്പൂൺ മതിയാവും. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം, അതായത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടതിന് ശേഷം ഇത്രയും പൊടികളൊന്ന് പച്ചമണം മാറുന്ന വരെ 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പൊടികൾ അങ്ങ് കരിഞ്ഞു പോവുകയെ. നമ്മൾ ചെയ്തത് മുഴുവനും വെള്ളത്തിലാവും. അതുകൊണ്ട് പാനിൻ്റെ ചൂട് എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് ഗരം മസാല. പിന്നെ റോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇടാതിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ഒരു 3 സവാള നൈസാക്കി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും കൂടെ കുറച്ച് ചേർക്കാം. അപ്പോൾ ചെറിയുള്ളി ഒരു 10 ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 സവാള മതിയാവും. ഞാൻ ചെറിയുള്ളി ചേർക്കാത്ത കാരണം 3 സവാള, മീഡിയം സവാള 3 എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 7 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുളി അനുസരിച്ചാണ് തക്കാളിയുടെ എണ്ണത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ. നല്ലോണം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മതി. അതല്ലാന്നുണ്ടെങ്കിൽ 2 തക്കാളി വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അവസാനം പുളി കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി കുഴപ്പമില്ല. അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ ടൈമിൽ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ദുബായിൽ കിട്ടുന്ന ചിക്കൻ വളരെ
പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. അതേസമയം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ ചിക്കൻ ആണെങ്കിലും വേറെ ഏത് ചിക്കൻ ആണെങ്കിലും ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ നമുക്ക് കുക്കറിൽ ചെയ്യാം കേട്ടോ. കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി, 1-2 വിസിലടിച്ചാൽ മതി. പക്ഷേ ഇവിടെ കിട്ടുന്ന ചിക്കൻ വളരെ എളുപ്പത്തിൽ കുക്കാവുന്ന കാരണം ഞാനൊരു പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം. പിന്നെ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈസ് ലെവൽ എൻ്റെ ഭാഗത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വരുത്താൻ മറക്കരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് അഥവാ വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ചിക്കൻ കിടന്ന് നന്നായിട്ട് അങ്ങ് കുക്കാവട്ടെ. നമുക്കിനി തീ ഓൺ ചെയ്യാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചിക്കനിലത്തെ വെള്ളം കൊണ്ട് തന്നെയാണിത് നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇത് റോസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല എരിവുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്കിനി വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പീസിലും ഇതിൻ്റെ മസാല പരണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ എല്ലാം നന്നായിട്ട് പരണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താം. ഞാൻ അതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നാലാണ് ആ മൊരിഞ്ഞ് വരുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എത്രയും ചേർത്തോ അത്രയും നല്ലതായിരിക്കും. നമ്മുടെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് പോലെ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം തീയിലിട്ടതിന് ശേഷം ഇതങ്ങ് പതുക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം അങ്ങ് നന്നായിട്ട് റോസ്റ്റ് ആവും, മുകളിലത്തെ ഭാഗം റോസ്റ്റ് ആവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആവുന്ന വരെ ഇതുപോലെ വെളിച്ചെണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഉള്ള വെളിച്ചെണ്ണയിൽ അങ്ങ് മുരിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു ഞാൻ 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല പരണ്ടിരിക്കണം കേട്ടോ. ഓവർ റോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും ആ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചച്ചോയ്ക്കൊന്ന് മാറി നല്ല റോസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലില്ലേ, പ്രത്യേക മണമില്ലേ, അത് വരുന്ന സമയം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പരുവം നിങ്ങൾ സ്വന്തം തീരുമാനിക്കണം. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഓഫ് ചെയ്യും. ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഞാൻ പറഞ്ഞ പോലെ പരണ്ടിരിക്കണം. പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കണ പോലെ സൗണ്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. നിർബന്ധമൊന്നുമില്ല, അതൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നു. അടച്ചു വെക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് അങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മതി ചതച്ച കുരുമുളക്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം മതി. മേലേക്ക് ഇങ്ങ് തൂക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഇനി ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്നില്ല, കാരണം വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങ് അടച്ചു വെക്കാം. ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ ഉള്ളിലത്തെ ഈ കുരുവൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളമില്ലാത്ത ജ്യൂസ് ഇല്ലാത്ത ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ. അടച്ചു വെക്കുന്ന സമയത്ത് ഹാഫായിട്ട് അതങ്ങ് കുക്കായിക്കോളും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇടാറുണ്ട്. ആ ഒരു പകുതി തക്കാളിയുടെ ആ പാർട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഞാനിട്ട് നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്. ഉപ്പും എരിവും പുളിയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് ചെറിയൊരു റോസ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. സംഭവം കിടിലനാണ് കേട്ടോ. ഒരു പണിയില്ല, അതേസമയം പണിയില്ലാണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് you.
എൻ്റെയും ജാൻ്റെ അല്ല അവിയുടെയും പല്ല് ക്ലീനിങ് ദിവസം 6 മാസത്തിലൊരിക്കലും ഇവിടെ വന്നിട്ട് പല്ല് ക്ലീൻ ചെയ്യും. എന്താണ് ചിരിക്കുന്നത്? ജാൻ ചേട്ടാ എന്താണ് ചിരിക്കുന്നത്? ജാൻ ചേട്ടാ ജാൻ ചേട്ടൻ ഇപ്പൊ ഭയങ്കര ക്യാമറ ഫേസ് ചെയ്യാൻ മാറി എന്നൊക്കെ പറഞ്ഞിട്ടു. വെള്ള ഷർട്ട് ഇട്ടു, ബ്ലാക്ക് മാറ്റി, വയറ് കൂടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവരെന്നെ കൂടാണ്ട് പോവാണ്. എന്നെ കാണുന്നില്ല. ഇതാണ് ഡെന്റൽ ക്ലിനിക്. അപ്പോൾ ഞാനും അവയും പല്ലൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വെളുത്ത പല്ലായിട്ട് വരാം കേട്ടോ. പല്ല് ക്ലീൻ ചെയ്തു. അൽമീറനെ കാണിക്കുന്നില്ല, അമീറ കോസ്ത വാങ്ങിച്ചു വെച്ചോ. കുറച്ച് 10 മിനിറ്റ് കഴിക്കും. ഇപ്പോൾ 20 മിനിറ്റ്സ്. എൻ്റെ സമയം കഴിഞ്ഞു. എൻ്റെ അരമണിക്കൂർ കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഞാൻ ദോശ കഴിച്ചു. എന്തായാലും മറ്റേ നമ്മൾ ഇറ്റാലിയൻ ചിക്കൻ സ്പൈസി ഹായ് ഇതെന്താ ഐസ് അത് കഴിക്കുന്നില്ല. കാണാനുള്ള ഭംഗി മാത്രം.